ഹോൾസെയിൽ പ്രൈസിൽ എങ്ങനെയാണ് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സസറീസ് എവിടെ നിന്നുമാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്നും മുന്നത്തെ വീഡിയോയിൽ കമൻറ്റുകൾ വന്നിരുന്നു. നമ്മൾ സ്വന്തമായി അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഡ്യുവൽ കോർ കമ്പ്യൂട്ടർ 6250 രൂപയ്ക്കും i3 കമ്പ്യൂട്ടർ 10000 രൂപയ്ക്കും ഏതൊരാൾക്കും അസംബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് പ്രൊസസ്സറും ബാക്കിയെല്ലാം പുതിയ ആക്സസറീസുമാണ്. യൂസ്ഡ് പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പ്രൊസസ്സറിന് പൊതുവേ കംപ്ലൈൻറ്റ് വരാറില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആക്സസറീസ് എല്ലാം 1 വർഷം വാറണ്ടി ഉള്ളതാണ്. ആക്സസറീസ് വാങ്ങിക്കാനുള്ള കോൺടാക്റ്റ് നമ്പറും ആക്സസറീസിൻ്റെ പ്രൈസ് ലിസ്റ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂസ്ഡ് കമ്പ്യൂട്ടറിന് വേണ്ടിയും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വേണമെങ്കിൽ 500 രൂപ എക്സ്ട്രാ കൊടുത്താലും മതി. അതല്ലെങ്കിൽ ആമസോൺ വഴി വാങ്ങിക്കാവുന്നതാണ്. ഏതിനാണോ പ്രൈസ് കുറവ് അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ സ്ഥിരമായി യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് വരാറില്ല. ഒരുപാട് കാലം വെറുതെ വെക്കുകയാണെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ ആയാലും ചീത്തയാകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് i3 പ്രൊസസ്സറും സിബ്രോണിക്സിൻ്റെ G41 മദർ ബോർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അസംബ്ലിംഗ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് മദർ ബോർഡ്. അതുപോലെ ഇത് ഫാനാണ്. ഇത് ഹാർഡ് ഡിസ്ക് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 500 GB സാറ്റ ഹാർഡ് ഡിസ്ക് ആണ്. IDE ഹാർഡ് ഡിസ്ക് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുപോലെ ഇപ്പോൾ കാണിക്കുന്നത് 4 GB റാം ആണ്. ഇതിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് ആണ്. ഇതിൽ SMPS ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. SMPSൽ നിന്നും വരുന്ന കേബിൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ക്യാബിനറ്റിലേക്ക് പവർ സ്വിച്ച്, LED ലൈറ്റിൻ്റെ കേബിൾ, ഫ്രണ്ട് USB കണക്ഷൻ എന്നിവയെല്ലാം കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ കേബിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കേബിൾ മദർ ബോർഡിലേക്കും ഹാർഡ് ഡിസ്കിലേക്കുമെല്ലാം കണക്ട് ചെയ്യുന്നതും ഈ SMPSൻ്റെ കേബിളാണ്. ഇനി നമ്മൾ മദർ ബോർഡിലേക്ക് എങ്ങനെയാണ് ഫാനും റാമും കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫാൻ കണക്ട് ചെയ്യുന്നതിൻ്റെ മുന്നായി തെർമൽ ഗ്രീസ് പേസ്റ്റ് നമ്മൾ പ്രൊസസ്സറിൽ അപ്ലൈ ചെയ്യണം. മദർ ബോർഡിൽ പ്രൊസസ്സർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊസസ്സറിലേക്ക് CPU ഫാൻ കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി പ്രൊസസ്സറിൻ്റെ നടുവിലായി ഫാൻ വെക്കുക. അതിനുശേഷം ഫാനിൻ്റെ 2 വശത്തുള്ള ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് ഫാൻ പ്രൊസസ്സറിന്മേൽ ഉറപ്പിച്ച് വെക്കുക. ഇനി ചെയ്യേണ്ടത് CPU ഫാനിൻ്റെ കേബിൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യുക എന്നതാണ്. അതിനായി മദർ ബോർഡിൽ CPU ഫാൻ എന്ന് എഴുതിയ സ്ഥലത്ത് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് റാം മദർ ബോർഡിൽ കണക്ട് ചെയ്യുകയാണ്. അതിനായി റാം കണക്ട് ചെയ്യേണ്ട സ്ലോട്ടിൻ്റെ ഇരുവശത്തായി 2 ക്ലിപ്പ് കാണാം. അത് റിലീസ് ചെയ്ത ശേഷം ഈ റാം ആ സ്ലോട്ടിലേക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കുക. ശേഷം 2 സൈഡിലായി കാണുന്ന ഈ ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. റാം കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ കട്ടിംഗ് നോക്കി വേണം വെക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ മദർ ബോർഡിൻ്റെ കണക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മദർ ബോർഡ് ക്യാബിനറ്റിൽ കണക്ട് ചെയ്തു വെക്കുകയാണ്. അതിനായി മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു ഫേസ് പ്ലേറ്റ് വരും. അത് ഫസ്റ്റ് ക്യാബിനറ്റിൽ കണക്ട് ചെയ്ത് വെക്കുക. ഇത് കണക്ട് ചെയ്താൽ കറക്റ്റായിട്ടുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. ഇനി മദർ ബോർഡ് കണക്ട് ചെയ്ത ശേഷം എല്ലാ സൈഡും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. മദർ ബോർഡിൻ്റെ സൈസ് അനുസരിച്ച് ക്യാബിനറ്റിലുള്ള പില്ലർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ശേഷം മദർ ബോർഡ് ക്യാബിനറ്റിൽ പ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മദർ ബോർഡ് എല്ലാ ഭാഗത്തും സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക.
SMPSൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും വീതി കൂടിയ കേബിളാണ് ഇതിൻ്റെ മെയിൻ പവർ കേബിൾ. പല ബോർഡിലും പല സ്ഥലത്തായിട്ടാണ് ഈ സ്ലോട്ട് കാണുവാൻ സാധിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡിൽ നടുവിലായിട്ടാണ് ഇത് കാണിക്കുന്നത്. SMPSലുള്ള ഈ പവർ കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ചെറിയൊരു കണക്ഷൻ കൂടിയുണ്ട്. നമ്മൾ മെയിൻ പവർ കണക്ട് ചെയ്യുമ്പോൾ ഇതുകൂടെ ആഡ് ചെയ്ത ശേഷമേ കണക്ട് ചെയ്യാവൂ. ഇതുവഴിയാണ് മദർ ബോർഡിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നത്. ഇത് കറക്റ്റായി മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. ചെറുതായൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജാക്കിൽ കണക്ട് ചെയ്ത് വെക്കുക. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ റാം റിമൂവ് ചെയ്ത ശേഷമാണ് ഈ കേബിൾ കണക്ട് ചെയ്തത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ റാം കണക്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മളിവിടെ SMPSൽ നിന്നുള്ള മെയിൻ പവർ കണക്ട് ചെയ്തു. ഇനി നമ്മൾ CPU-യിലേക്ക് പവർ പോകുന്ന കേബിൾ കണക്ട് ചെയ്യുക. അതും SMPSൽ നിന്നുള്ള ചെറിയൊരു കേബിളാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കേബിളുകളാണ് റീസെറ്റ് ബട്ടൺ, പവർ സ്വിച്ച്, പവർ LED, ഹാർഡ് ഡിസ്ക് LED എന്നിങ്ങനെ. ഇതെല്ലാം വളരെ സിമ്പിളായി ഇതിൻ്റെ പിൻ നോക്കിയാൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന കേബിളുകളാണ് ഫ്രണ്ട് പാനലിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് USB-യുടെ കണക്ഷനാണ്. ഈ കണക്ഷൻ വരുന്നത് ഓഡിയോയിലെ കണക്ഷനാണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മദർ ബോർഡിൽ ഇനി 4 സാറ്റ കണക്ഷൻ ആണ് ഉള്ളത്. ഇതിൽ ഹാർഡ് ഡിസ്ക് അഡീഷണലായി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ DVD ഡ്രൈവ് ആഡ് ചെയ്യാം. സാറ്റ കണക്ഷൻ ചെയ്യുന്ന ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഈ മദർ ബോർഡിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഹാർഡ് ഡിസ്കിലേക്ക് കേബിൾ കണക്ട് ചെയ്യാം. 2 കേബിളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഡാറ്റ കേബിൾ മദർ ബോർഡിലേക്ക് കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ SMPSൽ നിന്നുള്ള പവർ കൊടുക്കാനുള്ളതുമാണ് ഈ 2 കേബിൾ. SMPSൽ നിന്നും പവർ കൊടുക്കാനുള്ള കേബിൾ കുറച്ച് വലുതാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു സൈഡ് ബെൻഡ് ആയിരിക്കുന്നത് പോലെ. അത് നേരെ വരുന്ന വിധം ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡാറ്റ കേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മദർ ബോർഡിൻ്റെ സാറ്റ കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് കേബിനറ്റിൽ വെച്ച ശേഷം സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിസ്റ്റം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന കേബിളെല്ലാം ഫാനിലൊന്നും തട്ടാത്ത വിധത്തിൽ ചേർത്ത് വെച്ച് കേബിൾ ടൈ വെച്ച് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
നമുക്ക് CPU-ന്റെ ബാക്ക് സൈഡിലായി HDMI, VGA, ഒരുപാട് USB കണക്ഷൻ, അതുപോലെ തന്നെ മൈക്ക്, സ്പീക്കർ എന്നിവയെല്ലാം കാണാം. ഇനി നമുക്ക് ഈ സിസ്റ്റം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് വിൻഡോയും ഉബുണ്ടുവുമാണ്. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വേണം ഓപ്പൺ ചെയ്യാൻ. സിസ്റ്റം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.